ഋഷ്യശൃംഖനെ വരുത്തുക, പുത്രാർത്ഥം പുത്രകാമേഷ്ടി നടത്തുക എന്ന ആചാര നിർദ്ദേശം സർവാത്മന ദശരഥൻ സമ്മതിച്ചു. ദശരഥൻ ആചാര്യന്റെ അനുവാദം വാങ്ങി പരിവാര സമേതം അംഗരാജ്യത്തേക്ക് പുറപ്പെട്ടു. 2 കാര്യങ്ങളാണ് രാജാവിന് അതുകൊണ്ട് സാധിക്കുവാനുള്ളത്. 1. ബന്ധുവായ ലോമപാദനെ കണ്ട് പരിചയം പുതുക്കുക. 2. അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ ഋത്വിക്കായ ഋഷ്യശൃംഖനെ നേരിട്ട് ക്ഷണിച്ച് അയോധ്യയിലേക്ക് ആനയിക്കുക. അംഗരാജാവ് അയോധ്യാധിപനെ ആദരാന്വിതം സ്വാഗതം ചെയ്ത് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബന്ധുസമാഗമം ആതിഥേയനെ ഹർഷാന്വിതനാക്കി. അതിഥിയും അതീവ സന്തുഷ്ടനായി. ഏതാനും ദിവസം ദശരഥൻ അംഗരാജാവിൻ്റെ അതിഥിയായി താമസിച്ചു. ഒരു ദിവസം അയോധ്യാധിപൻ തൻ്റെ ആഗമനോദ്ദേശം ആതിഥേയനെ അറിയിച്ചു. അനുജ പുത്രാർത്ഥിയായ ഞാൻ ഒരു യജ്ഞം നടത്തണമെന്ന് വിചാരിക്കുന്നു. യജ്ഞത്തിൻ്റെ ഋത്വിക്കായിട്ട് ഭവാന്റെ ജാമാതാവായ ഋഷ്യശൃംഖനെയാണ് ആചാര്യ വസിഷ്ഠൻ സങ്കല്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഋഷ്യശൃംഖനെ യാജ്ഞികനായി എൻ്റെ കൂടെ അയച്ചാൽ വളരെ ഉപകാരമായിരിക്കും. കാര്യത്തിൻ്റെ ഗൗരവ സ്വഭാവം കരുതിയാണ് ഞാൻ തന്നെ പുറപ്പെട്ടത്. തന്നേക്കാൾ പ്രായവും പദവിയുമുള്ള ദശരഥൻ്റെ ഉപചാരഭാവം ലോമപാദനിൽ വല്ലായ്മയുണ്ടാക്കി. എന്നോട് ഇതുപ്രകാരം ഉപചാരഭാവം മഹാനായ അവിടുന്ന് പ്രകടിപ്പിക്കണോ? ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ പോലെ കരുതുന്ന ദശരഥ മഹാരാജാവിന് എന്നോട് കൽപ്പിക്കാൻ തന്നെ അധികാരമുണ്ടല്ലോ. ആട്ടെ, സാരമില്ല, വിനയം മഹൽ ലക്ഷണം എന്നാണല്ലോ. അനുജൻ്റെ വ്യാഖ്യാനം കൊള്ളാമല്ലോ. എന്നാൽ അതിഥി എപ്പോഴും അതിഥി തന്നെ. അയാൾക്ക് പ്രായത്തിൻ്റെ പേരിലായാലും പദവിയുടെ പേരിലായാലും ആജ്ഞാപിക്കാൻ അനുവാദമില്ല. ലോമപാദ രാജാവ് ഉടനെ തന്നെ ഋഷ്യശൃംഖനെ ആളയച്ചു വരുത്തി. അദ്ദേഹത്തെ യഥോചിതം സ്വീകരിച്ചിരുത്തിയ ശേഷം ലോമപാദൻ പറഞ്ഞു, മുനികുമാര, അയോധ്യാധിപൻ നമ്മുടെ അതിഥിയാണെന്നുള്ളത് അറിയാമല്ലോ കുമാരന്? അറിയാം. എന്നാൽ അദ്ദേഹം നമ്മുടെ അതിഥി മാത്രമല്ല, നമ്മുടെ ബന്ധു കൂടിയാണ്. ശാന്തയുടെ അമ്മാവനായി വരും. ആ നിലയ്ക്ക് കുമാരൻ്റെയും അമ്മാവനാണ്. വളരെ സന്തോഷം. എങ്കിൽ ഞാൻ അഭിവാദനം ചെയ്യുന്നു. ഇപ്പോൾ കുമാരനെ വിളിപ്പിച്ചത് പ്രത്യേക കാര്യം പ്രമാണിച്ചാണ്. നമ്മുടെ ബന്ധുവായ ഇദ്ദേഹം നിസ്സന്താനനാണ്. സന്താന സമ്പാദനാർത്ഥം പുത്രകാമേഷ്ടി നടത്താനുള്ള ഒരുക്കത്തിലുമാണ്. യാജ്ഞികനായിട്ട് കുമാരനെയാണ് ആചാര്യ വസിഷ്ഠൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുമാരൻ കൂടെ ചെന്ന് യജ്ഞം നടത്തി നമ്മുടെ ബന്ധുവിൻ്റെ അപുത്രതാ ദുഃഖം ദൂരീകരിച്ചു കൊടുക്കണം. എന്തു പറയുന്നു?